റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രജിസ്ട്രേഷൻ കഴിഞ്ഞ 1.5 മാസമായിട്ടും വാഹനം കിട്ടിയില്ലെന്ന് പരാതി. തൃശൂർ MG റോഡിലെ ഒല ഷോറൂമിനെതിരെയാണ് കൊടകര സ്വദേശി ജിനോയ് RTOയ്ക്ക് പരാതി നൽകിയത്. മെയ് 1-ന് 17,700 രൂപ ഡൗൺ പേയ്മെന്റ് നൽകുകയും ബാക്കി തുക ലോണിൽ അപ്രൂവ് ചെയ്യുകയും ചെയ്തതാണ്. മെയ് 21-ന് ഡെലിവറി ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ വാഹനം കയ്യിൽ കിട്ടിയിട്ടില്ല. ഞാൻ മെയ് 1-ാം തീയതി ഓലയുടെ MG റോഡിലുള്ള ഷോറൂമിൽ റോഡ് സ്റ്റാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഓലയുടെ പുതിയൊരു ബൈക്ക് ബുക്ക് ചെയ്തു. 17,700 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു. ബാക്കി വണ്ടിയുടെ വിലയായ ഏകദേശം 1,68,000 രൂപയുടെ ബാക്കിയുള്ള പൈസ കൂടെ കൂട്ടി അത് ലോൺ എടുത്തു. അങ്ങനെ ലോൺ അപ്രൂവലായി. മെയ് 21-നുള്ളിൽ വണ്ടി എനിക്ക് ഡെലിവറി ചെയ്യുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ മെയ് 11-ാം തീയതി ഇരിങ്ങാലക്കുട RTO ഓഫീസിൽ എൻ്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്തു. ഈ വണ്ടി നമ്പർ കിട്ടുകയും ചെയ്തു. പക്ഷേ മെയ് 21 വരെ പറഞ്ഞുകൊണ്ട് ഞാനത് വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു വണ്ടി ബാംഗ്ലൂരിൽ നിന്ന് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ച ലാസ്റ്റ് വണ്ടി തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് വണ്ടി ഇതുവരെ അയച്ചിട്ടില്ല. ഇന്നലെ ചെന്ന് ഷോറൂമിൽ ചെന്ന് ചോദിച്ചു. ഇന്നലെ ചെന്നപ്പോഴും വണ്ടി അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇരിങ്ങാലക്കുട RTOയ്ക്ക് പരാതി കൊടുത്തപ്പോൾ RTO പറഞ്ഞു ഇത് തൃശ്ശൂരിൻ്റെ കീഴിൽ വരുന്നുണ്ട്, തൃശ്ശൂർ RTOയ്ക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് തൃശ്ശൂർ RTOയ്ക്ക് കൊണ്ട് പരാതി കൊടുത്തപ്പോൾ RTO പറയുന്നു ഇവർക്ക് ലൈസൻസ് പോലും ഇല്ല ഈ സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അനേകം ആളുകൾക്ക് ഇങ്ങനെ ഇവർ ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഷാബാസ് അഹമ്മദ് ഉണ്ട് വിശദാംശം നൽകാൻ. ഷാബാസ്, എന്തൊരു ഗതികേടാണിത്? ഒരു വാഹനം ആശിച്ചൊരു വാഹനം വാങ്ങുന്നു, അതിൽ ആദ്യം ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്നു, ലോൺ അപ്രൂവ് ആവുന്നു, രജിസ്ട്രേഷൻ കഴിയുന്നു. പക്ഷേ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടും വാഹനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓല ഷോറൂമുകാരുമായിട്ട് സംസാരിച്ചിരുന്നോ ഷാബാസ്? ശ്രുതി, മെയ് 1-ാം തീയതിയാണ് കൊടകര സ്വദേശിയായ ഈ ജിനോയ് ഓല ബൈക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ MG റോഡിലുള്ള ഷോറൂമിൽ നിന്നാണ് ഒരു സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നത്. 17,700 രൂപയാണ് ഡൗൺ പേയ്മെൻറ്റായി കൊടുത്തിരുന്നത്. ഈ വാഹനം മെയ് 21-ന് ഡെലിവറി ചെയ്യുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലാണ് മെയ് 11-ാം തീയതി വാഹനം തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതായി അറിയിപ്പ് വരുന്നത്. ഇരിഞ്ഞാലക്കുട RTO ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു അറിയിച്ചിരുന്നത്. അങ്ങനെ 21-ാം തീയതി വരെ കാത്തിരുന്നിട്ടും വാഹനം കിട്ടിയിരുന്നില്ല. പിന്നീട് ആ തീയതിയൊക്കെ കഴിഞ്ഞ് പറഞ്ഞ അവധിയും കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഈ വാഹനം ജിനോയുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഷോറൂമിൽ പോയി ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം ബാംഗ്ലൂരിൽ നിന്ന് വാഹനം അയച്ചിട്ടില്ല എന്നതാണ്. സാധാരണ ഇത്തരത്തിൽ ഈ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഉടമയെ കാണിക്കാറുണ്ട്. ഈ വാഹനം ഷോറൂമിൽ എത്തിച്ച ഉടമയെ കാണിച്ച ശേഷം മാത്രമാണ് സാധാരണ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് ഈ വാഹന ഷോറൂമുകൾ കടക്കുക. പക്ഷേ ഇത് അസാധാരണ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ജിനോയ് പറയുന്നത്. തന്നെ വാഹനം കാണിച്ചിട്ടില്ല, വാഹനം ഷോറൂമിൽ എത്തിയത് പോലുമില്ല. പക്ഷേ തൻ്റെ പേരിൽ ഇരിഞ്ഞാലക്കുട രജിസ്റ്റർ ഓഫീസിൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ വാഹനം രജിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേ 1.5 മാസമായിട്ടും ഈ വാഹനം തൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ വാഹനം മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ആശങ്കയാണ് ജിനോയ് പങ്കുവെക്കുന്നത്. കാരണം ഈ വാഹനം മറ്റാരെങ്കിലും എവിടെയെങ്കിലും തൻ്റെ പേരിൽ ഉപയോഗിച്ച് അതിന് എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ അതിനൊക്കെ താൻ മറുപടി പറയേണ്ടി വരും. അത്തരത്തിൽ RTO ഓഫീസിൽ പോയപ്പോഴും അവരതാണ് പറയുന്നത്. ഷോറൂമിൽ വിളിച്ച് എത്രയും പെട്ടെന്ന് വാഹനം വാങ്ങാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ വാഹനം തൻ്റെ പേരിലുള്ള ഈ വാഹനം മറ്റെവിടെയെങ്കിലും ആരെങ്കിലും ഉപയോഗിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ടാൽ അതിന് മറുപടി ഈ ജിനോയ് പറയേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇത്രയും കാലമായി വാഹനം കിട്ടിയില്ല എന്നത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഷോറൂമിൽ നിന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം വാഹനം എത്തിയിട്ടില്ല, ഉടൻ എത്തും എന്നത് മാത്രമാണ്. എന്തായാലും RTO ഓഫീസിൽ ജിനോയ് പരാതി നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ RTOയ്ക്ക് നേരിട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതിലൊരു നടപടി എടുക്കുമെന്ന് തന്നെയാണ് ജിനോയ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ജിനോയുടെ ഒരു ആശങ്ക അതാണ്. ഇതൊരു രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടിയാണ്, മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റേതെങ്കിലും രീതിയിൽ ദുരുപയോഗം ചെയ്യുകയാണെങ്കിലൊക്കെ പണി കിട്ടുന്നത് ജിനോയ്ക്കാകും എന്നുള്ളത്. വിശദാംശങ്ങളാണ് ഷബാസ് അഹമ്മദ് നൽകിയത്.